പട്ടാമ്പി കൂട്ടുപാതയിൽ കിംസ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചു. വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പി മമ്മിക്കുട്ടി MLA കോളേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടുപാതയിൽ പ്രവർത്തനം ആരംഭിച്ച കിംസ് കോളേജിന്റെ ഉദ്ഘാടനമാണ് വിപുലമായ പരിപാടികളോടെ നടത്തിയത്. വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പി മമ്മിക്കുട്ടി MLA കോളേജിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. കിംസ് എഡ്യൂക്കേഷൻ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നിസാർ VP അധ്യക്ഷനായിരുന്നു. കിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പൽ KV കുഞ്ഞുമുഹമ്മദ്, VP ഹുസൈൻ, നാഗശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓണർ VP ഹുസൈൻ, നാഗശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TV നിഷ, നാഗശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം VA അനീഷ, ഡോക്ടർ ഷഫീഖ, V സഫ്ന, കിംസ് ഗ്രൂപ്പ് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MM തുഷാര, മാർക്കറ്റിംഗ് മാനേജർ സിറാജ്, ദിലീപ്, യൂണിവേഴ്സിറ്റി കോർഡിനേറ്റർ ഗിരീഷ്, T ഹസീന, മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിലെ മാതൃസ്ഥാപനം എന്നാൽ അത് അവിടെ തുടർന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പൊ കുറച്ചു കാലത്തെ പ്രവർത്തന പരിചയമുള്ളെങ്കിലും കൂടുതൽ യുവാക്കൾക്കിടയിൽ, യുവതികൾക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ ഈ സ്ഥാപനത്തിന്റെ അനിവാര്യത ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനം വളർച്ചയുടെ പടവുകൾ ചവിട്ടി കയറുക തന്നെയാണെന്ന് അർത്ഥം. പിന്നോട്ടല്ല, മുന്നോട്ട് തന്നെയാണെന്ന് അർത്ഥം. പ്രവർത്തിച്ച് വളർന്ന് വലുതാവുമ്പോഴാണല്ലോ അതിന്റെ പരിമിതികൾ കൂടുതൽ മനസ്സിലാക്കുക. അപ്പൊ ആ പരിമിതികളെ കുറിച്ച് കടക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കിംസിന്റെ മാനേജ്മെന്റിന്റെ ആളുകൾ ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് ആലോചിക്കുകയും അതിൽ കൂട്ടുപാത എന്ന് പറഞ്ഞാൽ കൂട്ടുപാതക്ക് അടുത്ത് തന്നെയാണ്. പട്ടാമ്പി ഗുരുവായൂർ റോഡിലാണ് കൂട്ടുപാത. അതുപോലെ തന്നെ മെയിൻ റോഡിന്റെ വശങ്ങളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആളുകൾക്ക് വരാനും പോവാനും ഒന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും വരാത്ത രീതിയിൽ ഈ വഴി ഗുരുവായൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്കോ പാലക്കാട്ടേക്കോ അതല്ലെങ്കിൽ നമ്മുടെ മറ്റ് സംസ്ഥാന പ്രദേശങ്ങളിലേക്കോ ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ഈ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ അവരുടെ ദൃഷ്ടിയിൽപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി ഈ കിംസ് സ്ഥാപനം മാറിയിട്ടുണ്ടെന്ന്. നമ്മളിവിടെ ബിൽഡിംഗ് എടുത്തു. അതിനുശേഷം അന്ന് മുതൽ ആ കാണുന്ന വീടാണ് ബക്കറാക്കാന്റെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ 30 ദിവസം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരെ വർക്ക് ചെയ്യുന്ന ജോലി ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തുണ്ട്. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഇത് സ്വന്തം എന്റെ ഉപ്പ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നാട്ടിലേക്ക് ഇറങ്ങിയ സമയത്ത് ടൗണുകളിലുള്ള എല്ലാ കടക്കാരും നമ്മളോട് വളരെ സൗമ്യമായിട്ട്, ഒരു പരിചയം ഇല്ലാത്ത ആളുകളെ പോലെയല്ല, എത്രയോ നാളെ പരിചയമുള്ള ആളുകളെ പോലെ എല്ലാവരും പെരുമാറുന്നു.